നൊന്ത് പെറ്റ് പാലൂട്ടി വളർത്തിയ പെറ്റമ്മയുടെ കണ്ണ് നിറയുന്ന സ്നേഹം, ആ അമ്മയുടെ ത്യാഗം, കാരുണ്യം, വാത്സല്യം അതൊരിക്കലും അതേ അളവിൽ തിരിച്ചമ്മയ്ക്ക് കൊടുക്കുവാനായിട്ട് ഒരു മക്കൾക്കും കഴിയില്ല. കഴിയുമോ? മനുഷ്യന് ഏറ്റവും അസാധ്യമാകുന്നതും ഒരുപക്ഷെ അതുതന്നെയായിരിക്കും. പക്ഷേ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണത്തിൽ ആ അമ്മയൊന്ന് വീണാൽ, അമ്മയൊന്ന് കിടന്നാൽ മക്കൾ നേരെ ഓടും. ഡോക്ടർമാരുടെ അടുത്തേക്കല്ല, പിന്നെയോ പുരോഹിതന്മാരുടെയും ജ്യോത്സ്യന്മാരുടെയും മന്ത്രവാദികളുടെയും അടുത്തേക്ക് ഓടും. അയാൾ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിലോ അടുത്ത ആളുടെ അടുത്തേക്ക് ഓടും. ഒരു മടിയുമില്ലാതെ ചോദിക്കും, എന്ത്? അമ്മ എന്നാണ് മരിക്കുന്നതെന്ന്. അമ്മ മരിക്കാൻ ഞങ്ങൾ എന്ത് നേർച്ചയാണ് നേരേണ്ടത്? എൻ്റെ അമ്മ കിടപ്പാകാതെ മരിക്കാൻ എന്താണ് വഴി, എന്താണ് വഴിപാട്? കിടന്ന് നരകിക്കാതെ, കിടന്ന് കഷ്ടപ്പെടുത്താതെ അച്ഛനും അമ്മയും മരിച്ചാൽ മതിയായിരുന്നു. നമ്മളിന്ന് സ്ഥിരം കേൾക്കുന്ന മക്കളുടെ ഭാഷ്യമാണ് ഇത്. നേരെ മറിച്ച് മക്കളൊന്ന് വീണു പോയാൽ, മക്കളൊന്ന് കിടന്നു പോയാൽ എത്ര വിശ്വാസമില്ലാത്ത അമ്മമാരും നേർച്ചകൾ നേരും സർവ്വദൈവങ്ങൾക്കും മുന്നിൽ. എന്താണെന്നറിയാവോ ആ നേർച്ച? എൻ്റെ ജീവൻ എടുത്താലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തണേ എന്നായിരിക്കും ആ നേർച്ച. എൻ്റെ കണ്ണടയും വരെ മക്കൾക്കൊരാപത്തും വരുത്തരുതേ എന്നായിരിക്കും ആ നേർച്ച, അല്ലേ? അമ്മയുടെ സ്വന്തം ജീവനായിരിക്കും ആ നേർച്ച. ഒരമ്മയ്ക്കും മക്കളുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏതൊരവസ്ഥയിലായാലും മക്കളെന്ന് മരിക്കുമെന്ന് ഒരമ്മയും ഒരാളോടും ചോദിക്കുകയുമില്ല. ചോദിക്കുമോ?